തൃശ്ശൂരിൽ പാർട്ടിയെ വഞ്ചിച്ച കോൺഗ്രസ്സുകാരുടെ അവിശുദ്ധ ബന്ധം അല്ലെങ്കിൽ അവിഹിത ബന്ധം BJP-യുമായിട്ടുള്ള അധികാരത്തിന് വേണ്ടിയായിരുന്നു. ഇതിപ്പോൾ CPM-ന് യഥാർത്ഥത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തുപയോഗിക്കാൻ പറ്റിയ വലിയൊരു രാഷ്ട്രീയ ആയുധമായിട്ട് മാറിത്തീരുകയില്ലേ? അവരുപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇന്ന് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ കേന്ദ്രങ്ങൾ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ, ഒന്ന്, ശബരിമല കൊള്ള നടക്കുന്നുണ്ട്, ശബരിമല. രണ്ട്, നമ്മുടെ പ്രശാന്ത് MLA-യുടെ ഓഫീസ് റൂമുമായിട്ടുള്ള പഴയ IG ശ്രീലേഖയുമായിട്ടുള്ള തർക്കം. മൂന്ന്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ മറ്റത്തൂർ ഇഷ്യൂ. ആദ്യം പറഞ്ഞ രണ്ട് പ്രശ്നങ്ങളെക്കാൾ സ്ഥലങ്ങളെക്കാൾ പ്രാധാന്യം വളരെ പെട്ടെന്ന് മറ്റത്തൂരിന് പ്രാധാന്യം വരികയാണ്. മറ്റത്തൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാമം. ബൈപ്പാസ്, നാഷണൽ ഹൈവേ ബൈപ്പാസ് വന്നുകൊണ്ട് മാത്രം കുറച്ച് ഡെവലപ്മെൻറ്റ് ഉണ്ടായ സ്ഥലം. ഈ മറ്റത്തൂരിലെ പഞ്ചായത്ത് കമ്മിറ്റിയാണ് പ്രശ്നം. പഞ്ചായത്ത് കമ്മിറ്റി അധികാരം ഒരു മനുഷ്യനെ എത്രമാത്രം ഇല്ലാതാക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കറപ്റ്റാക്കുമെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നുള്ളതാണ് ചെല്ല്. ഇപ്പോൾ മറ്റത്തൂര് കിട്ടിയ അധികാരം എങ്ങനെ നിലനിർത്തും, അല്ലെങ്കിൽ അധികാരം എങ്ങനെ പിടിച്ചെടുക്കാമെന്നുള്ള ചിന്ത ചെന്നെത്തിയത് ആരുമായി ഏത് ചെകുത്താനുമായി. പണ്ട് EMS-ൻ്റെ ഒരു വാചകമുണ്ട്, ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുമെന്നാണ് പറഞ്ഞത്. മറ്റത്തൂരെ കോൺഗ്രസ്സുകാർ അഡോപ്റ്റ് ചെയ്ത പരിപാടി മറ്റുള്ളവർ ചെകുത്താനെന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത വർഷം ചെകുത്താനെന്ന് വിളിക്കുന്ന BJP-യുമായി കൂട്ടുകൂടി അവിടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് തെറ്റോ ശരിയോ എന്നുള്ള ചോദ്യം രണ്ടാമതേ വരുന്നുള്ളൂ. മറ്റത്തൂർ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ നിന്ന് മാറി കോൺഗ്രസിൻ്റെ ആശയങ്ങളാണ് നടപ്പാക്കാൻ പറ്റുന്നതെങ്കിൽ, ആഗ്രഹിക്കുന്നതെങ്കിൽ BJP-ആയിട്ട് കൂട്ടുകൊടുക്കാൻ സാധിക്കില്ല. ഒരാൾ അടുത്തോട്ട് കൊണ്ടുവന്നത് അല്ല, ഇത് കോൺഗ്രസിനകത്തപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഉണ്ടായിരിക്കാം. അല്ല, അധികാരമോഹികളുടെ ഭണ്ഡാരാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പക്ഷേ കോൺഗ്രസ് അത് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാവും. CPM-ലുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ ഈ മറ്റത്തൂർ ഇത് ഒരു പഞ്ചായത്തിൻ്റെ സ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണോ വേണ്ടയോ? കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഇവിടുത്തെ തന്നെ ചർച്ചയിൽ പറഞ്ഞു. 1965 എന്ന് പറഞ്ഞൊരു വർഷം ഉണ്ടായിരുന്നു. 1965-ൻ്റെ പ്രത്യേകത, അന്ന് ഒരു കക്ഷിക്കും ഭൂരിപക്ഷമില്ല. കോൺഗ്രസും കേരള കോൺഗ്രസും കൂടെ ഒത്തുചേർന്നാൽ വേണമെങ്കിൽ മന്ത്രിസഭ ഉണ്ടാക്കാം. കേരള കോൺഗ്രസിന് CPM-ൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ചേർന്നാലും മന്ത്രിസഭ ഉണ്ടാക്കാം. പക്ഷേ ആ ജയിച്ച കക്ഷികളിൽ ആരും തന്നെ, കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും പ്രത്യേകിച്ച്, അവരാരുടെ ടിക്കറ്റിലാണോ ജയിച്ച് ആ കക്ഷിയിൽ നിന്ന് മാറി മൂന്നാമതൊരു കക്ഷിയായിട്ട് കൂട്ടുകൂടാൻ അവർ തയ്യാറായില്ല. അതിൽ 30-ഓളം പേർക്ക് പിന്നീട് ഒരിക്കലും MLA ആകാൻ പറ്റുമോ, MLA-യുടെ അലവൻസ് കിട്ടിയോ, സത്യപ്രതിജ്ഞ ചെയ്യാനോ പറ്റാതെ ആ രാഷ്ട്രീയ ജീവിതം മുഴുവൻ ഉപേക്ഷിക്കേണ്ടി വരുന്ന കാലഘട്ടം ഉണ്ടായി, പിന്നെ ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ജീവിച്ചിരുന്നു 65-ൽ. ഇന്നാണെങ്കിൽ 65 ഇന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ എപ്പോൾ കച്ചവടം ചെയ്യുമെന്ന് ചോദിച്ചാൽ മതി. സ്വയം മാർക്കറ്റിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്, എന്നെ വിൽക്കാൻ കിടക്കുക, ബോർഡ് വയ്ക്കും ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഏത് MLA ഇറങ്ങി നിൽക്കുന്നത്. അങ്ങനെയാണ് കേരളം കണ്ടിരിക്കുന്നത്, പല കാര്യങ്ങളും കണ്ടിരിക്കുന്നത്. ഓരോരുത്തരും എത്രയോ അനുഭവങ്ങൾ പറയാണ്. അതുകൊണ്ട് മറ്റത്തൂർ സംഭവിച്ചിരിക്കുന്ന പഞ്ചായത്ത് മെമ്പറാണ് വഴിയിലേക്ക് ഇറങ്ങിക്കാൻ ഫോർ സെയിൽ. അവിടെ ചോദിക്കുന്നത് ഇത് എന്താണ് സത്യസന്ധത, കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടിലുള്ള സത്യസന്ധത, അത് ശരിക്കും ചോദ്യം ചെയ്യപ്പെടുകയല്ലേ? അല്ലാതെ കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പൂർണ്ണമായിട്ട് തള്ളി പറയാൻ പറ്റില്ല. കാരണം ഇവർ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകണം. കാരണം ഇവർ നിരന്തരമായിട്ട് BJP-ക്കെതിരെയാണ് പോരാടുന്നത്, BJP-യാണ് നമ്മുടെ മുഖ്യ ശത്രു എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു പറയുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ മറ്റത്തൂരിൽ 8ഓളം ആളുകൾ പാർട്ടിയിൽ നിന്ന് അവരെ പുറത്താക്കി എങ്കിലും അവർ മാറി. അവർ മാറിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അവരിപ്പോഴും BJP-യോട് ചേരുന്ന പ്രശ്നമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ BJP-യുടെ സഹായം ഇവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം. അല്ലാതെ ഈ മറ്റത്തൂർ ഉയർത്തുന്ന പ്രശ്നം ഈ കാലുമാറ്റത്തിൻ്റെ പ്രശ്നം. അത് ഞാൻ അവിഹിത ബന്ധത്തിൻ്റെ ആരുമായി, അതാണ് ഏത് ചെകുത്താനായിട്ട് കൂട്ടുകൂടാം. അത് ആ പോളിസി ഇവിടെ കൊണ്ടുവന്നേരാ EMS കൊണ്ടുവന്നത്, CPM-ൻ്റെ നേതാവ് തന്നെയാണ് കൊണ്ടുവന്നത്. ഈ പോളിസി കൊണ്ടുവന്നത്. അപ്പോൾ ആ പോളിസി കൊണ്ടുവന്ന EMS-ൻ്റെ പിൻഗാമികളായിട്ട് കോൺഗ്രസ്സുകാർ മാറി. അതിനെ വിമർശിക്കുന്നവരായിട്ട് ആര് മാറി? ആ EMS-ൻ്റെ പിൻഗാമികളായ മറ്റു വിഭാഗമുണ്ട്, CPM-കാർ. അവർ EMS പറഞ്ഞതിനെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ തിയറി ഇവിടെ കൊണ്ടുവന്നേരാ. അതായത് അധികാരത്തിന് വേണ്ടിയിട്ട് ആരുമായിട്ടും അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാം. ആ തിയറി ഇവിടെ 1967 സപ്തകക്ഷി മുന്നണി എന്ന് പറഞ്ഞ എല്ലാ കക്ഷികളും കൂടെ ചേർന്ന് കോൺഗ്രസ് വിരുദ്ധ കക്ഷികൾ, കോൺഗ്രസ് കേരള കോൺഗ്രസ് വിരുദ്ധ കക്ഷികളെല്ലാം കൂടെ ചേർന്ന് മുന്നണി ഉണ്ടാക്കിയത്. അന്നാണ് മുന്നണി രാഷ്ട്രീയം കേരളത്തിൽ ഏത് കക്ഷിയായിട്ട് ഏത് സമയത്തും കൂടും. ഈ കേരള കോൺഗ്രസ് എല്ലാം വിഭാഗത്തിലുണ്ടെന്ന് ആലോചിക്കും. അല്ല, അതായത് അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഈ ഇടത് വലത് മുന്നണികൾ ഒരു അവരുടെ ഒരു ഇരട്ടത്താപ്പ് കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് തന്നെ യഥാർത്ഥത്തിൽ പൊറുതിമുട്ടുകയാണ്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് പോലും ഈ ഇടതു വലത് മുന്നണികളുടെ
ഇരട്ടത്താപ്പ് കാരണം പൊറുതിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. മാത്രമല്ല BJP കൂട്ടിക്കോ. അപ്പോൾ ഈ ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുന്നത് BJPക്കാണ്. അതുകൊണ്ടാണ് ഒരു ചാൻസ് എങ്കിലും BJPക്ക് കൊടുക്കണം എന്നുള്ള ആലോചന തോന്നലുകളിലേക്ക് ജനം എത്തുന്നത് അതുകൊണ്ടാണ്. കാരണം കണ്ടുമടുത്തിരിക്കുന്നു ജനം, ഇവരെ കണ്ടു മടുത്തിരിക്കുന്നു. ഇതുവരെ ജനം അങ്ങനെ എത്തിയിട്ടില്ല. നാളെ എത്താനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ പലയിടത്തും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് ഞാൻ സമ്മതിക്കാം. ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ഇത്തവണ പേഴ്സൻറ്റേജ് ഓഫ് വോട്ടിംഗ് കുറഞ്ഞിരിക്കുക. അവർക്ക് 3% കുറവാണ് അവർക്ക് വന്നിരിക്കുക മൊത്തം എടുക്കുമ്പോൾ. പക്ഷേ ഇതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ BJP ചില വഴികൾ വെട്ടിയിട്ടുണ്ട്, അല്ലെ വെള്ളം ഒഴുകിപ്പോകാനായിട്ട് വെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം ഒഴുകുന്നില്ല, പക്ഷേ എവിടെയെങ്കിലും ഒരു പൊട്ടൽ ഉണ്ടായാൽ ഒഴുക്കുണ്ടാവും. ഇപ്പം നദി വെട്ടി വരുന്നേ ഉള്ളൂ, മോൾഭാഗം പൊട്ടിച്ച് വിട്ടിട്ടില്ല. പൊട്ടിച്ച് ഏതെങ്കിലും സ്ഥലത്ത് പൊട്ടലുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം അതിൻ്റെ ഒരു പൊട്ടാൻ BJPയിലേക്കുള്ള ഒഴുക്ക് തുടങ്ങുന്ന സ്ഥലമായിട്ട് ചിലപ്പോൾ തിരുവനന്തപുരം മാറും, സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ തടയിടാൻ പറ്റുന്ന കോൺഗ്രസിനെ പറ്റുള്ളൂ. അപ്പോൾ കോൺഗ്രസിനെ വേറെ തരത്തിലില്ല, കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവരെ കോൺഗ്രസ് ആയിട്ട് നിർത്തിക്കൊണ്ട് തന്നെ ഇല്ലാതാക്കാണ് BJP മറ്റത്തൂര് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണോ KS ശബരി, ഇപ്പം തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ KS ശബരിനാഥൊക്കെ ശ്രീലേഖ മേഡത്തിന് വേണ്ടിയിട്ട് എന്താണ് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, ശ്രീലേഖ മേഡത്തിന് വേണ്ടിയിട്ട്. അപ്പം ശബരിനാഥ് പക്ഷേ അതേസമയം ഭയപ്പെടുകയും ചെയ്യുന്നു. സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളെ സംഖ്യയൊന്നും ആക്കണ്ട, അങ്ങനെ എന്താണ് ഭയപ്പെടുത്തൊന്നും വേണ്ട. അല്ല, അവിടെ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് തന്നെ എന്തിനാണ് അങ്ങനെ ഭയക്കുന്നത്? തിരിച്ച് വേറൊരു മാർഗം പറയുന്നില്ല. ഇന്ന് അവഗണിക്കപ്പെട്ട സ്ഥാനം, അവരുടെ നേരത്തെ വഹിച്ചിരുന്ന സ്ഥാനങ്ങളുമായിട്ട് അവഗണിക്കപ്പെട്ട് നിൽക്കുന്ന. ഇതുകൊണ്ടാണ് സാർ ഞാൻ ശരിക്കും ചോദിച്ചത്, യഥാർത്ഥത്തിൽ BJPയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്തമാണോ കേരളത്തിൽ? അതിന് പോയാൽ BJP പരാജയപ്പെടും. മറിച്ച് കേരളത്തിൻ്റെ ഇലക്ട്രൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, വോട്ടിംഗ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ, പാറ്റേൺ എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ സാമുദായികമായിട്ട് എടുത്താൽ ഹിന്ദുക്കളിലെ മെജോറിറ്റി ദേ ആർ നൗ വിത്ത് ആരുമായിട്ടാണ്? CPMൻ്റെ കൂടെയാണ്. എസ്പെഷ്യലി ഈഴവ പോപ്പുലേഷൻ. ഈഴവ പോപ്പുലേഷൻ CPMൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം ഹിന്ദു ബേസിൽ, ഹിന്ദു മതപരമായ രാഷ്ട്രീയം പറഞ്ഞ് ഇവിടെ നിർണായകമായ നേട്ടം ഉണ്ടാക്കാൻ BJPക്ക് പറ്റില്ല. അപ്പോൾ ഈഴവ വോട്ട് ആരുടെ കൂടെ ഇപ്പോൾ CPMന്. അപ്പോൾ അത് ഇല്ലാതാകണമെങ്കിൽ CPM തകർന്നെങ്കിൽ മാത്രമേ ഈഴവ വോട്ടിനെ ആകർഷിക്കാൻ BJPക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള മാർഗം നോക്കിയില്ലെങ്കിൽ കേരളത്തിൽ അവർ മോഡി വിളിക്കുന്ന മുദ്രാവാക്യം വിളിച്ചിട്ട് ഇതിലൂടെ നടന്നാൽ കച്ചവടം നടക്കുകയില്ല. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലവരും റിപ്പീറ്റ് ചെയ്ത് കാണുകയാണ്. ഈഴവ കമ്മ്യൂണിറ്റി CPMൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഒരു ഫിക്സഡ് പേഴ്സൺ 25-30% വോട്ട് ആർക്കുണ്ട്? CPMനുണ്ട്. പിന്നെ ജയിക്കാനുള്ള വോട്ട് സംഘടിപ്പിച്ചാൽ മതി. കോൺഗ്രസിൻ്റെ കൂടെ മൈനോറിറ്റീസ്, എസ്പെഷ്യലി മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ്, അവർ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ കൂടെ ജയിക്കാൻ കുറച്ച് വോട്ട് സംഘടിപ്പിച്ചാൽ മതി. BJPക്ക് ആകെ ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു 25% വോട്ടെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നായർ കമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നായർ കമ്മ്യൂണിറ്റി വിചാരിച്ച കേരളത്തിൽ ജയിപ്പിക്കാൻ പറ്റില്ല. ആകെ ഒരു 20% ഉള്ളൂ. അവർ വിചാരിച്ച കേരളം ജയിപ്പിക്കണമെങ്കിൽ വോട്ട് കിട്ടണം. ഒരു വശത്തൂടെ തൃശ്ശൂർ മോഡൽ ഓപ്പറേഷൻ വഴി ക്രിസ്ത്യാനികളെ ആകർഷിക്കാൻ നോക്കുന്നുണ്ട്. മറ്റൊരു സ്ഥലത്തൂടെ ഈഴവാസിനെ, വെള്ളാപ്പള്ളിയുടെ മകനാരാ? BDJS എന്നുള്ള കക്ഷി, ഈഴവർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കക്ഷി. ആ കക്ഷി വിടരെ കൂടിയാണ്. പക്ഷേ മൊത്തത്തിലുള്ള ഈഴവർ ഇപ്പോഴും ആ രീതിയിലേക്ക് വന്നിട്ടില്ല. മറിച്ച് അധികാരം ആ രീതിയിലേക്ക് പോകുമെന്നുണ്ടെങ്കിൽ ഈഴവൊക്കെ മുന്നിട്ട് മാറ്റം വരും, BJPയിലേക്ക് വരും. അല്ല, കോൺഗ്രസിൽ നിന്ന് കൂറുമാറ്റി അഗളിയിൽ പ്രസിഡന്റ് ആക്കാനായിട്ടുള്ള മിടുക്ക് LDF കാണിച്ചു. അതേ അവരാണ് ഇപ്പോൾ ഈ മറ്റത്തൂര് വിഷയത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് കണ്ടിട്ട് കേരളത്തിലെ ജനം യഥാർത്ഥത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണെന്ന്. തീർച്ചയായിട്ടും രണ്ട് കൂട്ടരോടും മഴപ്പോൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. വോട്ടിംഗ് പെർസെൻറ്റേജ് മൊത്തം ടോട്ടൽ വോട്ടിംഗ് കുറഞ്ഞല്ലോ. താൻ നിങ്ങൾ പറഞ്ഞല്ലോ, അറിയാം, താൻ പിന്നെ പറയും. ഞാൻ കുഴപ്പമില്ല. ഇത് വോട്ടിംഗ് പെർസെൻറ്റേജ് മൊത്തം കുറഞ്ഞില്ലേ? 3% വോട്ട് മൊത്തം കുറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ടായി വരുന്നുണ്ട്. അവർക്ക് നാളെ ഒരു നല്ല കൺവിൻസിംഗ് ആയിട്ടൊരു ഓൾട്ടർനേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ, അതാരാണെന്ന് പറയാൻ പറ്റില്ല, കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ആം ആദ്മി ആയിരിക്കും, ചിലപ്പോൾ 2020 ആയിരിക്കും, ചിലപ്പോൾ BJP ആയിരിക്കും, വല്ല BJP ഇവരും കൂടെ ചേർന്ന മുന്നണിയായിരിക്കും. കൺവിൻസിംഗ് ആയിട്ട് ഓൾട്ടർനേറ്റീവ് കണ്ട ഈ ജനം, ഈ മടുക്കുന്ന ജനം, കൺവിൻസിംഗ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവായിട്ട് വളർന്നു വരുന്നത്, പന്തലിച്ചു വരുന്നത് യഥാർത്ഥത്തിൽ BJP ആണ്. അതൊരു വസ്തുതയാണ്. BJPക്ക് ചാൻസ് ഒത്തിരി. കാരണം നമ്മൾ 2014 തൊട്ടിട്ട് ഇങ്ങോട്ട് വരെയുള്ള ശതമാന കണക്കെടുത്തു കഴിഞ്ഞാൽ ഗ്രോത്താണ്. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഗ്രോത്താണ് BJPക്ക് സംഭവിക്കുന്നത്. തിരുവനന്തപുരം എന്ന് പറയുന്ന കോർപ്പറേഷൻ അവർ പിടിച്ചെടുത്തു, ചരിത്രം ഉണ്ടാക്കി. സുരേഷ് ഗോപിയിലൂടെ ചരിത്രം ഉണ്ടാക്കി. BJPയുടെ ഗ്രോത്ത് ഫിസിക്കൽ ഗ്രോത്തിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ പരിഗണിക്കുന്നത്
പൊട്ടൻഷ്യൽ ഫോഴ്സാണ്. ബി ജെ പിക്ക് വളരാനുള്ള ഒത്തിരി അന്തരീക്ഷങ്ങൾ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ CPM-ൻ്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു തീരുമാനം വരുന്നുണ്ട്, റിസർച്ച് സ്കോളർഷിപ്പ് ആർക്കാണ് കൊടുക്കുന്നതെന്നറിയാമോ? മുസ്ലിം, ക്രിസ്ത്യൻ, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് റിസർച്ച് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുന്ന പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. 10,000 പോലും പേര് കാണിയില്ല, 500 പോലും കാണിയില്ല. പക്ഷേ ഈ 500 ആ വാക്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇത് കൊടുക്കുന്നു എന്ന് പറയുമ്പം CPM വീണ്ടും പഴയ രീതിയിലേക്ക് പോകണം. മുസ്ലിംസിനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ, ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് അധികാരം നിലനിർത്താനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമാണ് കർണാടകയിലൂടെ നടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് അവിടെ. അത് പിണറായി വിജയൻ അത് നാളെ മറ്റന്നാൾ അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വരും ഈ സംഭവത്തിൻ്റെ. അപ്പോൾ ഇങ്ങനെ ജാതീയമായി ഏറ്റവും കൂടുതൽ മതത്തെയും ജാതിയെയും രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുന്നത് അതേ CPM തന്നെ. എങ്ങനെ ജാതി എവിടെയെല്ലാം ഉപയോഗിക്കാമെന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ താമര പ്രിയങ്കരമായിട്ട് എല്ലാവർക്കും തീരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കാവി നിറച്ചു കഴിഞ്ഞാൽ ചുവപ്പ് നിറച്ചു കഴിഞ്ഞാൽ കാവിയാകുമെന്ന് പൊതുവെ രാഷ്ട്രീയ വർത്തമാനം പറയാറുണ്ട്. അതേപോലെ തന്നെ കൈപ്പത്തിക്ക് താമര പ്രിയപ്പെട്ടതാണെന്നും കൂടി ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നമ്മളെ തെളിയിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യമാണ്, ഇടതുമുന്നണി പറയുന്ന കണക്കുകൾ സത്യമാണ്. അവിടെ കൂടുതൽ വോട്ടുകളും കോൺഗ്രസിൻ്റെയാണ് ചോർന്നിരിക്കുന്നതെന്ന് മാത്രമല്ല LDF-ന് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. LDF-ന് 1% വോട്ടോട് കൂടിയിട്ടുണ്ട്. കോൺഗ്രസിനും കൂടിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ വോട്ട് പല സ്ഥലത്തും കുറയുകയാണ്. അല്ല, എന്നാലും കോൺഗ്രസിന് മൊത്തത്തിൽ 10 സീറ്റ് ഉണ്ടായിരുന്ന 19 സീറ്റായിരുന്നേ. 9 സീറ്റ് കൂടിയില്ലേ? വെറുതെ കിട്ടുമോ? അതെങ്ങനെ കിട്ടിയ? അത് 6 വോട്ടാ? അതുകൂടെ ആലോചിക്കണ്ടേ? പറഞ്ഞു മനസ്സിലായോ? അതുകൂടെ ആലോചിക്കണ്ടേ? അപ്പോൾ ഇത് തിരുവനന്തപുരത്തെ കണക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ക്ലെയിം ചെയ്യാവുന്ന കണക്കാണ്. CPM-ന് വോട്ട് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ ഇല്ലേ? അപ്പോൾ സീറ്റ് എങ്ങനെ CPM-ന് കുറഞ്ഞ സീറ്റുകൾ ആർക്കാണ് പോയത്? CPM-ന് കുറഞ്ഞ സീറ്റുകൾ BJPക്കല്ലേ പോയത്. ആ CPM-ൻ്റെ കുറഞ്ഞ സീറ്റ് കുറയാനുള്ള കാരണം കോൺഗ്രസ് ആണോ? അല്ലല്ലോ. അപ്പോൾ അത് അവിടെ നടക്കുന്ന മൊത്തം കുതിര കച്ചവടമാണ്. ഓരോ കൗൺസിലറും അവന് ജയിക്കാനുള്ള മാർഗ്ഗം അവൻ്റെ കോൺഗ്രസ് വോട്ട് പോയിട്ടുണ്ട്. കോൺഗ്രസിന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കോൺഗ്രസിന് സീറ്റ് കിട്ടുന്ന എവിടെ നിന്നാണ്? 10 സീറ്റ് കൂടുതൽ കിട്ടുന്നില്ലേ? അല്ല 9 സീറ്റ്. ഇപ്പം നമ്മളിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കൂടുതലും വോട്ടുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറവ് സംഭവിക്കുന്നത്, സാർ എടുത്ത് നോക്കിക്കോ, കണക്കുകൾ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സാണ് പറയുന്നത്, കോൺഗ്രസ് സ്ഥാനാർത്ഥികളിലായി നിന്ന ആളുകളുടെ വോട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ചങ്ങാതി, ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ അസംബ്ലി സീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് 99-100 സീറ്റിനടുത്ത് ഇടതുപക്ഷമുണ്ട്. മരിച്ചു വേറെ കുറവേ വന്നിട്ടുള്ളൂ. പിന്നെ നിലമ്പൂരും പോയി. അപ്പോൾ ഈ സീറ്റ് ഇനി BJPക്ക് വളരണമെങ്കിൽ, അല്ലെ കോൺഗ്രസിനോ BJPക്കോ എക്സ്ട്രാ സീറ്റ് കിട്ടണമെങ്കിൽ ആരുടെ വോട്ട് കിട്ടണം? കോൺഗ്രസ് 20 താഴെ പോകുന്ന വിചാരിക്കുന്നുണ്ടോ? കോൺഗ്രസിന് ഇപ്പോൾ ഉള്ള 10-25 സീറ്റിന് താഴെ പോകുന്ന വിചാരിക്കുന്നുണ്ടോ? പോയില്ല. പിന്നെ ആരുടെ സീറ്റ് കുറയുമ്പോഴാണ്, ആരുടെ വോട്ട് കുറയുമ്പോഴാണ് BJPക്ക് ജയിക്കാൻ പറ്റുന്നത്? CPM-ൻ്റെ വോട്ട് കുറയുമ്പോഴേ പറ്റുള്ളൂ. ആ രീതിയിലൊക്കെ BJPക്ക് വളരണമെങ്കിൽ ഇവിടെ CPM-ൻ്റെ വോട്ട് കുറയണം. അതാണ് ഫാക്റ്റ്. അതിന് നമ്മൾ കണക്കുകൊണ്ട് വളച്ചൊടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് ആ രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇവിടെ ഡെവലപ്പ്. അല്ല, BJPക്ക് കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞുകൊണ്ടും വളരാം. കോൺഗ്രസ്. അപ്പം നിങ്ങളൊരു കാര്യം പറഞ്ഞു, കോൺഗ്രസിന് ഒന്നും കിട്ടിയാലെന്ന് കോൺഗ്രസിൻ്റെ സീറ്റ് 20-10 അസംബ്ലി തന്നെ 10 താഴെയാവുമെന്ന് പറയേണ്ടി വരും. കോൺഗ്രസിന് ഇനി കുറയാനില്ല. കോൺഗ്രസ് ഇനി കുറയാനില്ല. എൻ്റെ 100 രൂപ പോക്കറ്റ് ഇല്ലെങ്കിൽ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കോൺഗ്രസ് എവിടെ നിന്ന് കൊടുക്കണേ? കോൺഗ്രസിന് MLA-മാർ കൊടുക്കാനില്ല. കുറച്ച് വോട്ടുകൂടെ കിട്ടിയേക്കാം. അതുകൊണ്ട് മാത്രം. തൃശ്ശൂരിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആരുടെ വോട്ട് നേടിയിട്ടാണ് ജയിച്ചത്? തൃശ്ശൂർ മുനിസിപ്പാലിറ്റി ആരുടെ വോട്ട് നേടിയാൽ കോൺഗ്രസ് ജയിച്ചത്? തൃശ്ശൂരിലെ കണക്ക് പറയാൻ പറ്റില്ല. ഇനി ദയനീയമായിട്ട് മുനിസിപ്പാലിറ്റികൾ പലതും മാറി. എന്തുകൊണ്ടത് 12 BJPക്ക് പോയത് എങ്ങനെയാണ്? ശബരിമല എന്തായാലും പറ്റിക്കപ്പെടുന്നത് ജനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ ജയിപ്പിച്ചു വിടുന്നത് അയാൾ ആ സ്ഥാനാർത്ഥിയാണെന്ന് കണ്ടുകൊണ്ടാണ്. ജയിച്ച പാടെ ഉടനെ അങ്ങ് മാറുക, കൂറുമാറ്റം. ആരാണപ്പോൾ യഥാർത്ഥത്തിലൂടെ പറ്റിക്കപ്പെടുന്നത്? അത് യാതൊരു കാരണവശാലും ഒരു കാൻഡിഡേറ്റ് ജയിച്ചാൽ അയാൾ ഒരു പാർട്ടിയുടെ മാത്രം വോട്ട് കൊണ്ടല്ല ജയിക്കുന്നത്. എല്ലാ പാർട്ടിയുടെ, എല്ലാ സമുദായത്തിൻ്റെ വോട്ട് മേടിച്ചാണ് ജയിക്കുന്നത്. ജയിച്ചു കഴിഞ്ഞ ശേഷം ഇയാളെ തൊടിയല്ല എന്ന് പറഞ്ഞാൽ അയിത്തം കാണിക്കുന്നതിൽ അർത്ഥമില്ല. അത്
BJP-യുടെ നിലപാട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അവിടെ മാറിയവരുടെ നിലപാടിനെ ഞാൻ യോജിക്കുന്നു. അപ്പോൾ കൂറുമാറ്റം എന്താ പറയുന്നത് ശരിയാണെന്നാണോ? ജനാധിപത്യത്തിന്റെ അട്ടിമറിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതിവിടെ കൂറുമാറ്റമല്ലല്ലോ നടക്കുന്നത്. കൂറുമാറ്റമാണ് തെറ്റാ. മറിച്ച് BJP-യോട് കൂട്ടുകൂടാൻ പാടില്ല, BJP-യുടെ പിന്തുണ കിട്ടിക്കൊണ്ട് തോക്കണം എന്ന് പറയാന്ന് വെച്ചാൽ BJP ജയിച്ചിരിക്കുന്ന BJP-ക്കാരുടെ വോട്ട് അത് മനസ്സിലാക്കണം. ഈ മറ്റു മറുകക്ഷികൾ മനസ്സിലാക്കണം. BJP-ക്ക് BJP-യുടെ വോട്ട് മാത്രമല്ല മറ്റെല്ലാവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ അവരെ മാറ്റി നിർത്താന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളെയും മാറ്റി നിർത്താൻ പറ്റുമോ? എല്ലാ ജനങ്ങളെയും മാറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയം പറ്റിയില്ല. എല്ലാ പാർട്ടികൾക്കും എല്ലാവരുടെയും വോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ MLA ആയ ഇപ്പോൾ കൂറുമാറ്റത്തെ അംഗീകരിക്കുകയാണ്. കൂറുമാറ്റത്തെ അല്ല ഞാൻ അംഗീകരിക്കുന്നത്. ഒരു വ്യക്തി ജയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഇന്ന സമുദായം ആയാലും ഇന്ന പാർട്ടി ആയതുകൊണ്ട് അയാളോട് കൂട്ടുകൂടിയാലുള്ള പരിപാടി വേണ്ട. അത്രേ പറഞ്ഞു. ഞാൻ പറഞ്ഞ നേരം മറിച്ചാ പറഞ്ഞു. കൂറുമാറ്റത്തെ അനുകൂലിക്കില്ല. അതായത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ എന്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് വേണമെങ്കിൽ അയാള് കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറഞ്ഞ് ആണ് ജയിച്ചത്. BJP-യെ എതിർക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജയിച്ചത്. അങ്ങനെ ഒരാള് ജയിച്ചതിന് ശേഷം BJP-യിലേക്ക് പോവുകയാണ്. അല്ല, അങ്ങനെ ഒരാള് ജയിച്ചതിന് ശേഷം ആ ഓൾട്ടർനേറ്റീവ് അയാൾ കൂറുമാറ്റാം. അയാൾ മറിച്ച് അയാളെ ഞങ്ങൾ കൂട്ടിയാൽ അയാൾ BJP-ക്കാരനാണ്. അല്ല, അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോയ സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അത് കൂറുമാറ്റം. അത് ജനങ്ങളെ പറ്റിക്കലാണ്, കൂറുമാറ്റാണ്. മറിച്ച് അയാളോട് കൂടിയാലെന്ന് ഞാൻ പറഞ്ഞാലോ, ഇപ്പോൾ കോൺഗ്രസ്സുകാരനായി കോൺഗ്രസിനോട് ഞങ്ങൾ കൂടിയല്ല എന്ന് BJP-ക്കാരൻ പറഞ്ഞാൽ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റുന്ന ആളാണത്. എത്ര മുനിസിപ്പാലിറ്റി ആളില്ലാതെ പോയിപ്പോൾ ഒത്തിരി സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒരു സീറ്റ് സംവരണ സീറ്റ് വനിത നമ്മൾ ഉദ്ദേശിക്കാത്ത പാർട്ടിയുടെ ആളാണ് ജയിക്കുന്നത്. എന്നാ ചെയ്യും? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ MLA മന്ത്രിയായി കഴിഞ്ഞാൽ മന്ത്രിയുടെ അടുത്ത് പോയി ചായ കുടിക്കാൻ എല്ലാവരും പോയില്ലേ? ഗഡ്കരിയുടെ അടുത്ത് പിണറായി വിജയൻ പോയിരിക്കില്ലേ? അതിനെ പോയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിന്റെ രാഷ്ട്രീയ സത്യസന്ധത UDF-ന്റെ ചോദ്യം ചെയ്യപ്പെടുക. കോൺഗ്രസിന്റെ എന്ന് പറയേണ്ട ഒരു പാർട്ടിയുടെ അല്ല, നിലവിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ത്രിതല പഞ്ചായത്തിൽ വലിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ ഇരിക്കുന്ന വേളയിലാണ് മറ്റത്തൂര് ഒരു വലിയ തിരിച്ചടി സൃഷ്ടിക്കുന്നത്. അത് തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. CPM അതിനെ എടുത്ത് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അപ്പോൾ അതിനെ പരിഹരിക്കാനായിട്ട് മറ്റ് പരിഹാര കർമ്മങ്ങൾ എന്താണ് ഇനി VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ കാത്തിരുന്ന് കാണാം. അതെ, കാത്തിരുന്ന് കാണാം.